നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എൻ എയർപോർട്ട്. ഒരു എയർപോർട്ടിന് നമ്മൾ സൈറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് 13 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു എയർപോർട്ടിന്റെ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. There are some major factors which are, first one is regional plan, second one is airport use, next proximity to other airport, ground accessibility, topography, obstructions, visibility, wind, noise nuisance, grading, drainage and soil characteristics, future development, availability of utility from town, economic consideration. ഈ 13 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു എയർപോർട്ടിന്റെ സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് റീജിയണൽ പ്ലാൻ ആണ്. ദ സൈറ്റ് സെലക്ടഡ് ഷുഡ് ഫിറ്റ് വെൽ ഇൻ ടു ദി റീജിയണൽ പ്ലാൻ, thereby forming it an integral part of the national network of airport. ഓക്കെ, അപ്പോൾ സൈറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ ഏരിയയിലെ റീജിയണൽ പ്ലാനിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആ റീജിയണൽ പ്ലാനിന് പ്രിപ്പയർ ആണോ അല്ലെങ്കിൽ സൂറ്റബിൾ ആണോ നമ്മുടെ എയർപോർട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മളൊരു എയർപോർട്ട് സൈറ്റിനെ നമ്മൾ ചൂസ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഡെവലപ്മെന്റ് നടക്കുമോ, സോ ആ എയർപോർട്ടും അടുത്ത നിയറസ്റ്റ് എയർപോർട്ടും തമ്മിൽ ഒരു നെറ്റ്വർക്ക് പോലെ ആക്ട് ചെയ്യുമോ എന്നൊക്കെ നോക്കുന്നത് ഈ റീജിയണൽ പ്ലാനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എയർപോർട്ട് യൂസ്, വെദർ ദി എയർപോർട്ട് ഹാസ് ടു ബി യൂസ്ഡ് ഫോർ മിലിറ്ററി പർപ്പസ് ഓർ സിവിലിയൻസ്. സോ ഒരു എയർപോർട്ട് എന്ന് പറയുന്നത് മിലിറ്ററി പർപ്പസിന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരു സിവിലിയൻസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. Civilian airports are taken over by military in case of emergency, so there has to be adequate security. So civilian airport നമ്മൾ മിലിറ്ററി പർപ്പസിന് യൂസ് ചെയ്യുവാണെങ്കിൽ ആ എയർപോർട്ടിന് അഡിക്വേറ്റ് സെക്യൂരിറ്റി ആവശ്യമാണ്. സോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിവിലിയൻ എയർപോർട്ട് ഒരു മിലിറ്ററി പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റീജിയണൽ പ്ലാൻ, സെക്കൻഡ് വൺ ഈസ് എയർപോർട്ട് യൂസ്. റീജിയണൽ പ്ലാനിലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സോ ഒരു പർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ആ റീജിയണൽ പ്ലാന് നമ്മുടെ എയർപോർട്ട് സൂറ്റബിൾ ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ഒരു എയർപോർട്ട് വേറൊരു എയർപോർട്ടുമായിട്ട് നല്ല നാഷണൽ നെറ്റ്വർക്കായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ, സോ അവിടെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ് പോസിബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് റീജിയണൽ പ്ലാനെ ബേസ് ചെയ്തിരിക്കും. സെക്കൻഡ് വൺ ഈസ് എയർപോർട്ട് യൂസ്. സോ എയർപോർട്ട് യൂസിനകത്ത് വരുന്നത് നമ്മൾ എയർപോർട്ട് മെയിനായിട്ട് മിലിറ്ററി പർപ്പസിന് വേണ്ടി അല്ലെ സിവിലിയൻസ് പർപ്പസിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ സിവിലിയൻസ് എയർപോർട്ട് ഒരു മിലിറ്ററി പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ സോ അവിടെ അഡിക്വേറ്റ് സെക്യൂരിറ്റി ആവശ്യമാണ്. സോ അതൊക്കെ പോസിബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എയർപോർട്ടിനെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എയർപോർട്ട് സൈറ്റിനെ സെലക്ട് ചെയ്യുന്നത്. തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത് പ്രോക്സിമിറ്റി ടു അതർ എയർപോർട്ട്. എന്താ നോക്കാം. The site should be selected at a considerable distance from the existing airport. So ഒരു എക്സിസ്റ്റിംഗ് എയർപോർട്ട് ഉണ്ട്, ആ എയർപോർട്ടും നമ്മൾ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന എയർപോർട്ടും തമ്മിൽ ഒരു കൺസിഡറബിൾ ഡിസ്റ്റൻസ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. So that aircraft landing in one airport does not interfere with the movement of airport at other airport. സോ ഒരു എയർപോർട്ടിലെ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് സോ അതിന്റെ ടേക്ക് ഓഫ് വേറൊരു എയർപോർട്ടിലെ എയർക്രാഫ്റ്റിന്റെ മൂവ്മെന്റിനെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ നമ്മൾ നോക്കും. ആക്ച്വലി രണ്ട് എയർപോർട്ടിലെയും എയർക്രാഫ്റ്റ് തമ്മിൽ ഒരു കോയിൻസിഡൻസ് അല്ലെങ്കിൽ ഇന്റർഫിയർ വരാൻ പാടില്ല. രണ്ട് എയർപോർട്ടും കൺസിഡറബിൾ ഡിസ്റ്റൻസ് വേണം പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതാണ് പ്രോക്സിമിറ്റി ടു അതർ എയർപോർട്ട് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ആക്സസിബിലിറ്റി. സോ ഗ്രൗണ്ട് ആക്സസിബിലിറ്റിക്കകത്ത് പറയുന്നത് ടൈം ടു റീച്ച് എയർപോർട്ട് ഈസ് എ മാറ്റർ ഓഫ് പബ്ലിക് കൺവെയൻസ്. സോ ഒരു എയർപോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, പബ്ലിക് യൂട്ടിലിറ്റീസ് അല്ലെ പബ്ലിക് കൺവെയൻസിന് വേണ്ടിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് അഫക്ട്സ് എ ലോട്ട് ഓഫ് പാസഞ്ചേഴ്സ് as they are concerned by door to door time rather than air travel time. സോ എപ്പോഴും നമ്മൾ എയർപോർട്ട് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടൈമിന് സേവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ എയർപോർട്ട് ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടൈം സേവ് ചെയ്യണം, അതാണ് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എയർപോർട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരു നോൺ റീച്ചബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദി പാസഞ്ചേഴ്സ് ആയിരിക്കും. അതാണ് ഗ്രൗണ്ട് ആക്സസിബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ടോപ്പോഗ്രാഫി. ദിസ് ഇൻക്ലൂഡ്സ് ദ നാച്ചുറൽ ഫീച്ചേഴ്സ് ലൈക്ക് ഗ്രൗണ്ട് കോണ്ടൂർസ്, ട്രീസ് ആൻഡ് സ്ട്രീംസ്. സോ
ഒരു എയർപോർട്ട് സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഗ്രൗണ്ട് കണ്ടീഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് കോണ്ടൂർസ് എങ്ങനെയാണ്, സോ ട്രീസിന്റെ പ്രസൻസ് ഉണ്ടോ, സ്ട്രീംസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. The raised ground, a hilltop is usually considerable to be an ideal site for an airport. So ഒരു എയർപോർട്ടിന് പറ്റിയ ബെസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഹിൽ ടോപ്പ്. ഹിൽ ടോപ്പ് ഈസ് ദ ബെസ്റ്റ് സൈറ്റ് ഫോർ ചൂസിങ് ആൻ എയർപോർട്ട് സൈറ്റ്. ഓക്കെ, സോ ടോപ്പോഗ്രാഫിക്കകത്ത് മെയിനായിട്ട് വരുന്ന നാച്ചുറൽ ഫീച്ചേഴ്സ് ആയിരിക്കും. നാച്ചുറൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോണ്ടൂർസ്, ട്രീസ് ആൻഡ് സ്ട്രീംസ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഒരു ഹിൽ ടോപ്പിൽ ആണ് നമ്മൾ എയർപോർട്ട് സെലക്ട് ചെയ്യുന്നെങ്കിൽ അതായിരിക്കും ഐഡിയൽ സൈറ്റ് ഫോർ ആൻ എയർപോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒബ്സ്ട്രക്ഷൻസ്. സോ ഒബ്സ്ട്രക്ഷൻസ് എന്തോ നോക്കാം. ലോങ് ക്ലിയറൻസ് ഏരിയാസ് ആർ പ്രൊവൈഡ് ഓൺ ഏതർ സൈഡ് ഓഫ് റൺവേ നോൺ ആസ് അപ്രോച്ച്. ഓക്കെ, സോ ഒരു റൺവേയുടെ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ലോങ് ക്ലിയറൻസിന് പറഞ്ഞ പേരാണ് അപ്രോച്ച് എന്ന് പറയും. Approach areas over which the aircraft can safely gain or lose altitude. So ഈ അപ്രോച്ച് ഏരിയ വെച്ചിട്ടായിരിക്കും നമ്മൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് നമ്മുടെ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്നത്. സോ ആ എയർക്രാഫ്റ്റ് മൂവ് ചെയ്യുന്ന കേസിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് അടുത്തുണ്ടോ നമ്മൾ നോക്കും. സോ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ആ എയർപോർട്ട് സൈറ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ എയർക്രാഫ്റ്റ് റൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈമിൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ഒബ്സ്ട്രക്ഷൻ കാരണം കറക്റ്റായിട്ട് തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റാതെ വരും. സോ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഒബ്സ്ട്രക്ഷൻസിനെ ഇല്ലാത്ത സൈറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിസിബിലിറ്റി. ദ പൂർ വിസിബിലിറ്റി ലോവേഴ്സ് ദി ട്രാഫിക് കപ്പാസിറ്റി ഓഫ് എയർപോർട്ട്. സോ നമ്മളൊരു എയർപോർട്ടിലേക്ക് ആക്സസ് ആകുന്ന കേസിൽ പൂർ വിസിബിലിറ്റി ആണുള്ളെങ്കിൽ സോ അവിടെ എയർപോർട്ടിനകത്ത് വരുന്ന നമ്പർ ഓഫ് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ആക്സസിബിൾ ആകുന്ന കേസിൽ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലിയർ വിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ക്ലിയർ വിസിബിലിറ്റി ആയിരിക്കണം വേണ്ടത്. The site selected should therefore be free from visibility reducing conditions such as fog, smoke and haze. So fog, smoke, haze അതുപോലെ കാര്യങ്ങളൊന്നും നമ്മുടെ എയർപോർട്ട് സൈറ്റിൽ വരാൻ പാടില്ല. ആ സൈറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് വിസിബിൾ ആകത്തില്ല, അവിടുത്തെ ഒബ്സ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് ഫ്രീ ഫ്രം സ്മോക്ക് ആൻഡ് ഹേസ് ആയിരിക്കണം. ഫോഗിൽ നിന്നും സ്മോക്കിൽ നിന്നും ഒക്കെ ഹേസിൽ നിന്നും ഒക്കെ ഫ്രീ ആയിരിക്കണം നമ്മുടെ എയർപോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വിൻഡ്. ദ റൺവേ ഈസ് സോ ഓറിയന്റഡ് ദാറ്റ് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഈസ് ഡൺ ബൈ ഹെഡിംഗ് ഇൻ ടു ദി വിൻഡ് ഷുഡ് ബി കളക്റ്റഡ് ഓവർ എ മിനിമം പീരീഡ് ഓഫ് അബൌട്ട് 5 years. ഓക്കെ, സോ വിൻഡ് എന്ന് പറഞ്ഞ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. സോ വിൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കെയിലാണ് ബിഫോർട്ട് സ്കെയിൽ. ഓക്കെ, സോ അത് 0 to 12 ആയിരിക്കും. ഹയർ ന്യൂമറൽസ് വരുവാണെങ്കിൽ സോ വിൻഡ് ഇന്റൻസിറ്റി വളരെ കൂടുതലാണെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ റൺവേ എപ്പോഴും ഓറിയന്റ് ചെയ്യുമ്പോൾ എവിടെയാണ് വിൻഡിന്റെ ഇഫക്റ്റ് കൂടുതൽ അല്ലെങ്കിൽ വിൻഡ് ഇന്റൻസിറ്റി കൂടുതൽ ആ ഡയറക്ഷൻ ആയിരിക്കും എപ്പോഴും നമ്മൾ റൺവേ പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ എയർക്രാഫ്റ്റിന് പ്രോപ്പറായിട്ട് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഒരു റൺവേ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന കേസിൽ മിനിമം 5 yearsന്റെ വിൻഡിന്റെ ഡേറ്റാസിനെ കളക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ റൺവേ അവിടെ ഓറിയന്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോയിസ് ന്യൂസൻസ്. ദ സൈറ്റ് ഷുഡ് ബി സോ സെലക്ടഡ് ദാറ്റ് ദ ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് പാസ് ഓഫ് ദി എയർക്രാഫ്റ്റ് പാസ് ഓഫ് ദി ലാൻഡ് വിച്ച് ഈസ് ഫ്രീ ഫ്രം റെസിഡൻഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ്. ഓക്കെ, സോ നമ്മളൊരു സൈറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ സൈറ്റിൽ റെസിഡൻഷ്യൽ ഏരിയ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നല്ല ഫ്രീ ആയിരിക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ഇതിന്റെ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ എയർക്രാഫ്റ്റിന്റെ മൂവ്മെന്റ്സ് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. അതാണ് നോയിസ് ന്യൂസൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡിംഗ്, ഡ്രെയിനേജ് ആൻഡ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. The original ground profile of a site together with any grading operations determines the shape of an airport area and the general pattern of the drainage system. So ഒരു ഗ്രൗണ്ട് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു എയർപോർട്ട് ഏരിയ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സോ അതിന്റെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അവിടെ ഗ്രേഡിംഗ് ഓപ്പറേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു എയർപോർട്ടിന്റെ ഏരിയയുടെ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ ഗ്രൗണ്ട് പ്രൊഫൈൽ എങ്ങനെയാണ് കിടക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, സോ അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഗ്രൗണ്ട് പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും.
The possibility of floods at the valley sites should be investigated. So ഫ്ലഡ്, വെള്ളപ്പൊക്കം അങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും നടന്നിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. The site with a high water tables which may require costly subsoil drainage should be avoided. ഓക്കെ, അപ്പോൾ സൈറ്റിൻ്റെ അകത്ത് വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലാണെങ്കിൽ സോ അവിടെ എന്തായിരിക്കും, നമ്മൾ ആ വാട്ടർ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രിക്കോഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അന്നേരം അത് എന്തായിരിക്കും, കോസ്റ്റ്ലി ആവും. സോ അവിടെ വരുന്ന കേസിൽ നമ്മൾ സബ്സോയിൽ ഡ്രെയിനേജ് സിസ്റ്റംസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സോയിലിന്റെ അടിയിൽ കൂടെ ആയിരിക്കും നമ്മൾ വാട്ടർ ഡ്രെയിനേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് ഗ്രേഡിംഗ്, ഡ്രെയിനേജ് ആൻഡ് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്. സോ എയർപോർട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും ഫ്യൂച്ചർ ഡെവലപ്മെന്റ് പോസിബിൾ ആണെന്നാണ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നത്. കൺസിഡറിംഗ് ദാറ്റ് ദ എയർ ട്രാഫിക് വോളിയം വിൽ കണ്ടിന്യൂ ടു ഇൻക്രീസ് ദ ഫ്യൂച്ചർ, more number of runways may have to be provided for an increased traffic. സോ ഒരു എയർപോർട്ട് വന്നതിന് ശേഷം അവിടുത്തെ ഡെവലപ്മെന്റ് അല്ലെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സ് അവിടെ പോസിബിൾ ആയിരിക്കും. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്പർ ഓഫ് റൺവേസിന്റെ നമ്പേഴ്സ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് വരും. അതുപോലെ ട്രാഫിക് വോളിയം ഇൻക്രീസ് ചെയ്യും. എയർക്രാഫ്റ്റ് ട്രാഫിക് വോളിയം എന്ന് പറയുന്നത് അവിടെ ഇൻക്രീസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ്, അവൈലബിലിറ്റി ഓഫ് യൂട്ടിലിറ്റീസ് ഫ്രം ടൗൺ. Utilities like water, electricity should easily be available from nearest town. So ഒരു അടുത്ത ടൗണിൽ നിന്ന് ഈ വാട്ടർ, ഇലക്ട്രിസിറ്റി ഒക്കെ ഈസി ആയിട്ട് ആക്സസിബിൾ ആണോ ആ സൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യും. എങ്കിൽ മാത്രമേ എയർപോർട്ടൊക്കെ നമുക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വാട്ടറും ഇലക്ട്രിസിറ്റി ഒന്നും കിട്ടാത്ത ഏരിയയിലാണെങ്കിൽ നമുക്ക് അവിടെ എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് കൺസിഡറേഷൻസ്. സോ ഒരു എയർപോർട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേനും അവിടെ കോസ്റ്റ്ലി ആയിരിക്കും അല്ലേ. സോ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എക്കണോമി അവിടെ മിനിമൈസ് ചെയ്യുന്ന രീതി വേണം നമ്മൾ എയർപോർട്ടിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എയർപോർട്ട് സൈറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി. എക്കണോമിക് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് കോസ്റ്റ് ഓഫ് ആൻ എയർപോർട്ട് റൺസ് ഇൻ ടു തൗസൻഡ്സ് ഓഫ് ക്രോസ്. സോ ഒരു എയർപോർട്ടിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ 1000 കോടികൾക്ക് അപ്പുറമായിരിക്കും എയർപോർട്ടിന്റെ കൺസ്ട്രക്ഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. So, economic consideration to minimize the cost have to be considered adequately. ഓക്കെ, ഒരു എയർപോർട്ട് സൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അവിടെ എക്കണോമിയെ മിനിമൈസ് ചെയ്തതിനു ശേഷം വേണം നമ്മൾ എയർപോർട്ട് സൈറ്റിനെ ചൂസ് ചെയ്യാൻ വേണ്ടി. സോ ഈ 13 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തായിരിക്കും ഒരു എയർപോർട്ട് സൈറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്.